എല്ലാ ദിവസവും രാവിലെ സുബഹിയോടടുത്ത സമയത്ത് അല്ലാഹുവിന്റെ മാലാക്കമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതേപോലെ തന്നെ അസ്റിന്റെ സമയമാകുമ്പോഴും അല്ലാഹുവിന്റെ മാലാക്കമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരുടെയും ഷോൾഡറിൽ 2 മലക്കുകളുണ്ട്, നന്മയും തിന്മയും എഴുതി വെക്കുന്ന മലക്കുകൾ. റഖീബുൻ അതീദ് വമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. കോടാനകോടി മനുഷ്യന്മാരുടെ നന്മയും തിന്മയും എഴുതി വെക്കാൻ എല്ലാവരുടെയും കൂടെ 2 മലക്കുകളുണ്ട് എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലയോ? ഖബറിലേക്ക് പോകുമ്പോൾ അവിടെയുമുണ്ട് മുൻകർ നകീർ എന്ന് പറയുന്ന 2 മലക്കുകൾ. അങ്ങനെ നിരന്തരമായി എവിടെ നോക്കിയാലും മലക്കുകളാണ്. ഇത്രയൊക്കെ കോടാനകോടി മനുഷ്യന്മാരെക്കാളും കൂടുതലുള്ള മലക്കുകൾ തന്നെ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിയാൽ പോരായിരുന്നോ? അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ പോരായിരുന്നോ? അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്താൽ പോരായിരുന്നോ? പിന്നെ എന്തിനാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൽമാണ്. മുഅ്മിനീങ്ങളെ, ഇൽമാണ്, പഠിക്കാനാണ് അല്ലാഹു തആല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. വിദ്യാഭ്യാസമാണ് പ്രധാനം.